രക്തക്കുറവുണ്ട്, ആരോഗ്യം തീരെയില്ല. അതുകൊണ്ട് തല ചുറ്റി വീണത്. ഇപ്പൊ മരുന്നിന്റെ സെഡേഷനിലുള്ള മയക്കത്തില്ല. ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. വൈറ്റമിൻസും അയണും ഒക്കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. ഇടയ്ക്കിടെ പഴങ്ങളും ജ്യൂസൊക്കെ കഴിക്കാം. കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ ഞാൻ കൊടുത്തയക്കാം. ശരി. അതെ, ഇടയ്ക്കെന്തെങ്കിലും ചെക്കപ്പ്? ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടോന്ന് നോക്കണം. ഒരു ദിവസം ശാലിനി പ്രീതിയും കൂട്ടി വന്നാ മതി. അല്ലെങ്കിൽ തലചുറ്റലൊക്കെ ഇനി ആവർത്തിക്കും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി ഡോക്ടർ. ശാലിനി, ഞാൻ ഇറങ്ങാം. എല്ലാരും കൂടി ഇവിടെ ചുറ്റിലും ഇങ്ങനെ കൂടി നിൽക്കണ്ട. വാരാഘവേട്ട, അവള് കിടക്കട്ടെ. എന്താടി, നിന്നെ ഒരു പല്ലക്കിലെടുത്ത് പുറത്തേക്ക് വെക്കണോ? ഒക്കൂടെ? ഓ, ഞാൻ പോയേക്കാം. ഇതെന്താ? ഇയാളുടെ കയ്യിലെന്താ? അത് ഒന്നുമില്ല വിഷ്ണുട്ടാ. ഒന്നുമില്ലെന്നോ? നോക്കട്ടെ. ഇതെന്തു പറ്റിയതാ? ഞാനൊന്ന് വീണു. വീഴേ? എവിടെ? അത് ശാലിനി, ഇയാൾ എന്തോ ഇതിൽ നിന്ന് മറക്കുന്നുണ്ട്. സത്യം പറ, ഇതെന്തു പറ്റിയതാ? മനുവിനെതിരെ ഒരു കേസും വരാൻ പാടില്ല. വന്നാ നിങ്ങളൊക്കെ കൂടി ഇപ്പൊ ഒരുത്തി പൊതിഞ്ഞു പിടിക്കാൻ നോക്കുന്നുണ്ടല്ലോ. ഇവളുമാരുടെ അനിയത്തി ശ്യാമ, അവളെ ഞാനങ്ങ് തൂക്കും സാറേ. പോൾസൺ അല്ലേ? അച്ചായ, അച്ചായ പ്ലീസ്, കുറച്ച് മതി. കാശിനോടെ കയ്യില് കാശ് ഇതേ ഉള്ളൂ. എന്താ പിച്ചക്കാരനാണെന്ന് കരുതിയോ നീ? എനിക്കുള്ളത് മുഴുവൻ ഇവന്റെ അടുത്താണ് ഞാൻ കൊണ്ടു കൊടുത്തത്. കയ്യിലൊന്നും ഇല്ലാതെ വന്നപ്പോ
എന്റെ അമ്മയുടെ കെട്ടുതാലിയാ ഇവന്റെ കാൽക്ക കൊണ്ടുവന്ന് പണയം വെച്ചത്. അതും അമ്മയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട്. അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലില്ല. നേരാണോടാ? ഇവന്റെ അമ്മയുടെ കെട്ടുതാലി പൊട്ടിച്ച് നിനക്ക് തന്നോന്നാ? അച്ചായ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ ഒരുത്തരും ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന്. നമുക്കെതിരെ ഒരു നാവ് അനങ്ങുന്നു തോന്നുമ്പോ അതങ്ങ് മരവിപ്പിച്ചേക്കണം. ഈ പാതിരാ വനത്തിലെ ഒരു മരക്കൊമ്പിൽ ഇവനൊരു ഇലയായിട്ട് നിന്ന് ആടിയ ഒരു പട്ടിയും പോൾസിനോട് ചോദിക്കാൻ വരില്ല. ഇതേ കോടികളുടെ ബിസിനസ്സാണ്. അത് നേരെ ചൊവ്വെ നടത്തിക്കൊണ്ടുപോകാൻ ലക്ഷങ്ങൾ തള്ളുന്നുണ്ട് മാസാമാസം ഏമാമാരുടെ വാക്യാത്തോട്ട്. എന്നിട്ട് കൂടെ നിന്ന് ചതിക്കാൻ നോക്കുന്ന പല. അച്ചായ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ചായ, അത് പ്ലീസ് അച്ചായ, എനിക്ക് കുറച്ച് മതി. അച്ചായ പ്ലീസ്. വിടറാ. അച്ചായ പ്ലീസ്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. അവന്റെ അമ്മയുടെ ഒരു കെട്ടുതാലി പോടാ. എന്താ അയാളുടെ പേര്? വിൻസെന്റ്. വിൻസെന്റ് എന്താ ഇവിടെ? ഞാനിവിടെ സയൻസ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിട്ടാ. സയൻസ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയ വിൻസെന്റിന് ഇവിടെ എന്താ കാര്യം എന്നാ ചോദിച്ചേ? ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവന്മാർക്കായിട്ടാ കൊടുത്തത്. എന്നിട്ട് ഇവന്മാരിപ്പോ പട്ടിയെ പോലെ ആട്ടി ഓടിക്കുക. അപ്പൊ വിൻസെന്റിന് ഇവരോട് കുറച്ച് കണക്കുകളൊക്കെ തീർക്കാണ്ടല്ലേ? അച്ചായ ദേ ഇവനെ എന്നെ അന്ന് പോവല്ലേ? ഹീറോ കളിക്കാൻ വന്നതല്ലേ? ഏതായാലും ഇച്ചിരി കളിച്ചേച്ചും പോവാം. എന്താണോ? വന്നത് നന്നായടാ. പോൾസന്റെ പിള്ളേരുടെ ദേഹത്ത് ആദ്യമായിട്ട് കൈവയ്ക്കുന്നത് നീയാ. നിന്നെ ഒന്ന് സൗകര്യമായിട്ട് കിട്ടാൻ നോക്കിയിരിക്കായിരുന്നല്ലോ ഞാൻ. ഗെയിം ഓവർ.
എടാ കളിക്കോപ്പ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ലടാ, നന്നായിട്ട് കളിക്കാൻ അറിയണം. കളി കഴിഞ്ഞിട്ടില്ല, തുടങ്ങുന്നതുള്ളൂടാ. ദൈവമേ, ചോറിപ്പോ എന്ത് പായസമായിട്ടുണ്ടാവും. ഇതാരാ ഈ ചോറും കലോടെ ഇറക്കി വെച്ചത്? ആദ്യ തൊട്ട് നിന്റെ കൈ ഞാൻ വിട്ടു. ചോറും കലം എന്തിനാ ഇവിടെ ഇറക്കി വെച്ചത്? മനസ്സുണ്ടായിട്ട്. ചോറിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് തിളച്ചാ മതി. അത്ര അത്യാവശ്യമായിട്ട് എന്തോ ഈ തിളപ്പിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് കുളിക്കാനുള്ള വെള്ളം. ചിറയൻകീഴ് വരെ കാറിലിരുന്ന് പോയതാ. ദേഹം മൊത്തം വേദനയാ. ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാ അത് മാറും. അപ്പം ഇതോ? അത് കൃഷ്ണൻകുട്ടി ചേട്ടനുള്ള ലേഹ്യം. ഓ, തിളപ്പിച്ച് നൂൽപരുവത്തിലാക്കിയിട്ടേ അടുപ്പേ നിറക്കാവുന്ന വൈദ്യര് പറഞ്ഞ്. അപ്പം ഇവിടെ ആർക്കും ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? കഴിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആവശ്യമുള്ളവര് കഴിച്ചോണം. ഞാനും കൃഷ്ണൻകുട്ടി ചേട്ടനെ കല്യാണ വീട്ടിന് നിറച്ചു കഴിച്ചു. നിങ്ങൾ മാത്രം കഴിച്ചാ മതിയോ? ഇവിടെ ഒരു മനുഷ്യൻ കാല് വയ്യാതെ കിടപ്പുണ്ട്. അതിന് വിശപ്പിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? നിങ്ങളുടെ മകനാ അത്. എന്റെ മകനല്ലടി, നിന്റെ ഭർത്താവ്. അവനിപ്പോ ആ പട്ടം മാത്രം മതിയല്ലോ. കാല് വയ്യാതെ കിടക്കുന്നവന് വിശപ്പിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ വിറക് കൊള്ളി വെച്ച് മുറ്റത്ത് അടുപ്പ് കൂട്ടണോടി. ഗ്യാസ് സ്റ്റവും സിലിണ്ടറും ചുമന്നുകൊണ്ടൊന്നും അല്ലല്ലോ നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നത്. ഈ കാണുന്നതൊക്കെ ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. എന്റെ കുളിയും കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ലേഹ്യവും കഴിഞ്ഞിട്ട് മതി നിന്റെയൊക്കെ കഴിപ്പും കുടിപ്പും. അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ ഞങ്ങൾക്ക് തരാനുള്ള 18 ലക്ഷം ഇങ്ങ് തന്നേക്ക്. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങി തന്നേക്കാം. പോടി ഓ, നീയാണോ ഈ വിജയലക്ഷ്മിയാണോ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാമല്ലോ. എന്താ സാറേ ഈ 18 ലക്ഷത്തിന്റെ കഥ? അത് വീണ്ടും പൊങ്ങി വന്നോ? പുതുതായി പൊങ്ങി വരാൻ ഒന്നുമില്ല സാർ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിറങ്ങിയ നിമിഷം മുതൽ എപ്പോഴും തൊട്ടും തൊടാതെ അമ്മാവനത് പറയുന്നുണ്ട്, ഈ 18 ലക്ഷത്തിന്റെ കഥ. സാറ് പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് ഒന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. എങ്ങനെയാ സാർ ഈ 18 ലക്ഷത്തിന്റെ ബാധ്യത ഉണ്ടായത്? അത് കൃത്യമായിട്ട് പറഞ്ഞ എനിക്കും അറിയത്തില്ല ശാരികെ. ഏതൊരിടത്തരം കുട്ടിയെയും പോലെ സർക്കാർ സ്കൂളിലും കോളേജിലൊക്കെയാണ് ഞാനും പഠിച്ചത്. ഹൈസ്കൂൾ തലം മുതലേ സ്കോളർഷിപ്പും എനിക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ എനിക്ക് പഠിക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എവിടുന്ന് വന്ന് ഈ 18 ലക്ഷം? എടോ, അതിന് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഓർമ്മ ഉറച്ചു തുടങ്ങിയ കാലത്ത് അച്ഛൻ മരിച്ചത്. അതിന് പിന്നാലെ ഒരു ഇത്തിൽ കണ്ണിയായിട്ട് അമ്മാവൻ പറ്റിക്കൂടുകയും ചെയ്തു. ഈ തമിഴ്നാട്ടിൽ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഇവിടെ അച്ഛൻ്റെ പേരിലുള്ള ഭൂമി മുഴുവൻ വിറ്റിട്ട് തക്കലയ്ക്ക് പോയത്. അമ്മാവനും കാര്യമായിട്ട് എന്തെങ്കിലും ജോലിയെടുത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ അമ്മാവനാണെങ്കിൽ ഓരോ വർഷവും ഓരോ കൃഷി പരീക്ഷണങ്ങൾ നടത്തും. അടുത്ത വർഷം അത് നഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയും ചെയ്യും. അങ്ങനെ കടത്തിന് മേളിലുള്ള കടവും പലിശയും പെരുകി ഭൂമിക്ക് മേലിലുള്ള ബാധ്യത ഇപ്പൊ 18 ലക്ഷമായെന്നാ പറയുന്നത്. ആ, അതിനൊപ്പം വേലക്കാരും കാര്യക്കാരുമായിട്ടുള്ള അമ്മയുടെ ആർഭാട ജീവിതവും. ചുരുക്കി പറഞ്ഞ ഇതൊന്നും സാറ് വരുത്തി വെച്ച ബാധ്യതയല്ല. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാണോ ശാരിക?
മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാനൊരു കോളേജ് ലെക്ചറാ. എന്നെ പഠിപ്പിച്ച് ജോലി നേടിത്തരാൻ വേണ്ടിയിട്ട് അവർക്ക് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടായെന്ന് പറഞ്ഞാ ആരും വിശ്വസിച്ചു പോവില്ലേ? ബാങ്കിലെ കടം വീട്ടാതിരുന്ന മകനൊരു കര പറ്റി ഒരു പെണ്ണിനെയും കെട്ടി കടം കയറി മുങ്ങിയ അമ്മാവനെയും തഴഞ്ഞു കളഞ്ഞെന്നല്ലേ പറയത്തുള്ളൂ. കല്യാണം കഴിക്കാതെ മരുമകന് വേണ്ടി ജന്മം ഹോമിച്ച അമ്മാവന്റെ ത്യാഗത്തിന്റെ കഥ വേറെ. അവരുടെ കണ്ണീരല്ലേ എല്ലാരും കാണൂ, അതിനല്ലേ ഒരു വില ഉണ്ടാവത്തുള്ളൂ. അപ്പൊ സാർ ഇത്ര വർഷം ജോലി ചെയ്ത് സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപയോ അതിന്ന് ഒരു പൈസ കടം വീട്ടാൻ ഉപയോഗിച്ചിട്ടില്ലേ? എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. അമ്മയുടെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ആയി സ്വർണമായിട്ട് അത് തൂങ്ങുന്നുണ്ട്. അതെടുത്തോണ്ട് സ്ഥലം വിട്ടോളാൻ പറയണം. എടോ, അതൊന്നും പ്രായോഗികമല്ല ശാരികേ. അതിന്റെ പേരിൽ ഒരു വാക്കുതർക്കത്തിനും ബഹളത്തിനൊന്നും എനിക്ക് വയ്യ. ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മയുടെ സ്വർണത്തിന് അവകാശം ചോദിച്ചെന്നാവും അടുത്ത കഥ. അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണോ സാറ് കരുതിയിരിക്കുന്നത്? ഇപ്പൊ തന്നെ ഒരു വീട്ടിൽ 2 അടുക്കളയ്ക്കുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു സാറിന്റെ അമ്മ. എടോ, അവരതൊക്കെ മനസ്സനുവദിച്ചിട്ട് ചെയ്യുന്നതാണെന്നാണോ ഇയാൾ കരുതിയിരിക്കുന്നത്? പിന്നെ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങ് പോണം. ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ലാഭം 18 ലക്ഷം രൂപ വാങ്ങിച്ച് പോകുന്നതാണോ? എടോ, ആ പണം കൊണ്ട് ഈ ബാങ്കിലെ കടം തീർക്കാം. തക്കലയിലെ ഭൂമി ഇരട്ടി വിലക്ക് വിൽക്കാം. അവശേഷിച്ച കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. എല്ലാം വിറ്റു തൊളിച്ചിട്ട് സാറിന്റെ അടുത്തേക്ക് വന്നാലും സാറ് നോക്കിക്കോളൂല്ലോ അല്ലേ? ചിലർക്ക് മാതാപിതാക്കന്മാരുടെ രൂപത്തിൽ ഉണ്ടാവാറുണ്ട് ശിക്ഷ. കുറച്ചു മുമ്പ് അവരെ വിളിച്ചിരുന്നു. അമ്മയാ? ഹലോ അമ്മേ. ആ മോളെ, നീ എവിടെയാ? ഞാൻ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അമ്മേ. ഫോൺ രാജീവ് സാറിന്റെ അടുത്ത് വെച്ചിട്ടാ പോയത്. ആ, രാജീവ് സാറിന് ഒരു ആശുപത്രി കേസ് വന്നതുകൊണ്ട് മെസ്സിന്റെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പൂട്ടിയോ നീ? ഇനിയിപ്പോ വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടി ചേട്ടന്റെയും മാത്രം കാര്യങ്ങൾ നോക്കിയുള്ള അടുക്കള ജീവിതം മതിയെന്നാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മേ. സാറിനെ നോക്കാൻ ആരെങ്കിലും വേണമായിരുന്നല്ലോ. സാറിനിപ്പോ ഭേദമുണ്ടല്ലോ. ഇനി നീ മടി പിടിച്ചാൽ എങ്ങനെയാ? ഞാൻ എന്താ വേണ്ടത് അമ്മ പറയും. ആ, നിങ്ങളൊക്കെ പഠിച്ച സ്കൂളില്ലേ, ആ മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂള്, അവിടുത്തെ ശതാബ്ദി ദിനാഘോഷം നടക്കുക. ആഹാ. അതേ, ആഘോഷത്തിന്റെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള ചുമതല ആർക്കാന്നറിയോ? ആർക്കാ? എടി നമുക്കടി, കുടുംബശ്രീക്കാ. കുടുംബശ്രീക്കോ? ആ, എന്താ വിശ്വാസമായില്ലേ? എടി നമ്മളാടി അത് ചെയ്യാൻ പോകുന്നേ. ശരി ശരി, ഞാൻ വയ്ക്കാട്ടാ. ശരി അമ്മ. എന്താണോ വലിയ സന്തോഷത്തിലാണല്ലോ? ഇതിൽ പരം എന്ത് സന്തോഷം ഉണ്ടാകണ സാറ്? ഞാനും ശാലിനിയും ശ്യാമയും ഒക്കെ പഠിച്ച സ്കൂളില്ലേ, മഹാത്മാഗാന്ധി മെമ്മോറിയൽ. ആ, ഓർമ്മയുണ്ട്. ഈ ഗാന്ധിജിയുടെ സന്ദർശനത്തോടെ പേര് മാറ്റി LP സ്കൂളല്ലേ? ആ അതെ. അവിടെ ശതാബ്ദി ദിനാഘോഷത്തിനെ ഉച്ചഭക്ഷണത്തിന്റെ ഓർഡർ ആർക്കെന്നറിയാമോ? നമ്മുടെ കുടുംബശ്രീക്ക്. ആഹാ. ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാ. നിസ്സാര കാര്യമല്ലല്ലോ അപ്പം. അല്ലെന്നേ, കുടുംബശ്രീക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറിന്റെ ഒരു പങ്ക് നമുക്കും തന്നിരിക്കുക അമ്മ. എന്തു പറഞ്ഞാലും നരുന്ത് പിള്ളേര് പഠിക്കുന്ന LP സ്കൂൾ അല്ലേടി. പഴയതുപോലൊന്നും അല്ല സാറേ, ഇപ്പൊ 500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാ അത്. അപ്പൊ അമ്മയ്ക്കും അമ്മാവനും കോൾ അടിച്ചു. കാശ് കുറെ തടയുമല്ലോ. ഇത്തവണ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ സാറേ. 10ന്റെ പൈസ കൊടുക്കില്ല രണ്ടാൾക്കും. എന്റെ കയ്യിൽ നിന്ന് കാശുറ പിടുങ്ങിയതല്ലേ, ഇനിയില്ല. ഈ പണം എനിക്ക് വേണം സാറേ. അപ്പൊ ഇയാള് പഠിച്ച സ്കൂളിലെ ശതാബ്ദി ദിന ആഘോഷത്തിന് സദ്യ വിളമ്പാൻ പോകുന്നതിന് സന്തോഷം മാത്രമല്ലേ ഈ മുഖത്ത്? ഒരിക്കലല്ല സാറേ. ഇപ്പൊ എനിക്ക് മുന്നില് 1 ലക്ഷം മാത്രമേ ഉള്ളൂ.
സാറിന്റെ പണം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തില് അട്ടകളായി കടിച്ചു തൂങ്ങി ചോര കുടിക്കുന്ന ജീവികളെ എത്രയും പെട്ടെന്ന് തോണ്ടിയെടുത്ത് ഈ വീടിന് പുറത്തെറിയണം. എങ്ങനെയെങ്കിലും ആ പണം കൊടുത്തു വീട്ടണം. ശാരദാമ്മയുടെ മകളാണെങ്കിൽ ശാരികത വീട്ടിയിരിക്കും.